ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രി കിടക്കാൻ സമയമായപ്പോൾ ബാലേന്ദ്രൻ റൂമിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനോട് നമ്മളെ വൈജയന്തി പറയുന്നുണ്ട്, അതെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കണം, ഞാൻ വാങ്ങണോ അതോ ബാലേട്ടൻ വാങ്ങുമോ എന്ന് ചോദിക്കും. ബാലേന്ദ്രൻ വാങ്ങുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നീ വാങ്ങിച്ചോ എന്ന് പറയും കേട്ടോ. ഞാനത് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ കാറ് ഉന്തി തള്ളി അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടേ. ബാലേന്ദ്രനാവുമ്പോൾ ടൗണിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ബാലേന്ദ്രൻ വാങ്ങിച്ചാൽ പോരെ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, എന്നാൽ പിന്നെ നിനക്കത് ആദ്യം പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കും. ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാൽ പിന്നെ നീ ആ ലിസ്റ്റ് എടുത്ത് വെക്കുക, അത് നാളെ പോരെ. ഇതേ നാളെ പറഞ്ഞിട്ട് പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അതാ പേഴ്സിലെങ്ങാനും ഉണ്ടാവും പറയാം. അങ്ങനെ ബാലേന്ദ്രൻ വൈജയന്തിൻ്റെ പേഴ്സ് തുറന്ന് നോക്കുകയാണേ. പേഴ്സ് എടുത്തിട്ട് അതിൽ നോക്കണം. അപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ ആകെ പരിശോധിച്ചിട്ടും ലിസ്റ്റ് കാണാണ്ടാവുമ്പോൾ ബാലേന്ദ്രൻ ആ ഒരു പേഴ്സിലെ സാധനങ്ങൾ മുഴുവനും ബെഡിലേക്ക് ഇടാണ് കേട്ടോ. ബെഡിൽ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ പൈസകളും അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു മോതിരം കൂടെ വീഴാണ് കേട്ടോ. അത് കണ്ട വൈക്ക് വൈജയന്തിൻ്റെ മുഖമൊക്കെ ആകുമ്പോൾ മാറുന്നുണ്ട് കേട്ടോ. കാരണം വൈജയന്തി ഒരു കള്ളത്തരം ചെയ്ത പോലെ ഒരു ഫീല് തോന്നുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ബാലേന്ദ്രൻ ആ ഒരു മോതിരം എടുത്തിട്ട് നോക്കുകയാണ്. എന്നിട്ട് വൈജയന്തിൻ്റെ അടുത്ത് കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതല്ലേ നിൻ്റെ 1.5 പവൻ്റെ മോതിരം? അത് തന്നെ, ഇത് തന്നെയാണ് എന്ന് പറയും. ഇതല്ലേ നീ ഇന്നലെ കാണാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞത്? ഇത് ഞാൻ എപ്പോൾ കൊണ്ടെന്ന് വെച്ചാൽ ആ പേഴ്സിൽ എനിക്ക് അത്ര ഓർമ്മ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറയാണ്. ഇതിന് നീ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി? അലീനനെ കള്ളിയാക്കിയില്ലേ, പോലീസിൽ പിടിപ്പിക്കാന്ന് വരെ നീ പറഞ്ഞില്ലേ? പിടിപ്പിച്ചില്ലല്ലോ എന്ന് പറയും. അത് ഞാനതിൽ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ടല്ലേ നീ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാഞ്ഞേ. എന്തായാലും കിട്ടിയല്ലോ, അത് മതി എന്ന് പറഞ്ഞിട്ട് വലിയ മൈൻഡൊന്നും ചെയ്യാതെ വൈജയന്തി കിടന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എല്ലാവരും കൂടെ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ കഴിക്കാനിരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ വൈജയന്തിയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, മോതിരം കിട്ടിയത് അലീനയോട് പറഞ്ഞോ? പിന്നെ പറയാം എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ദേ മക്കളെ, ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്താ? അതേ അമ്മരെ ഇന്നലെ കാണാതെ പോയ 1.5 പവൻ്റെ മോതിരം ഉണ്ടല്ലോ, അത് കിട്ടി. അപ്പോൾ ഭവിതി ചോദിക്കും, ആരാ എടുത്തത് എന്ന് ചോദിക്കും. ആരും എടുത്തതൊന്നുമല്ല, നിൻ്റെ അമ്മയുടെ പേഴ്സിൽ തന്നെ അത് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണേ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വൈജയന്തിനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ അലീനയോട് ആ മോതിരം കൊണ്ട് കൊടുത്തിട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു സോറി പറയേണ്ടതായിരുന്നു. അപ്പോൾ വൈജയന്തി വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കുമ്പിട്ടിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അതൊക്കെ പിന്നെ പറയാം, ഇപ്പോൾ സെർവൻറ്റിനോട് മാപ്പ് പറയേണ്ട അല്ല സോറി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അലീന അവിടേക്ക് വരിക കേട്ടോ. അപ്പോൾ അലീനോട് ബാലേന്ദ്രൻ പറയണം, അലീന ഇന്നലെ കാണാതായ മോതിരം കിട്ടിയിട്ടോ എന്ന് പറയും. വൈജയന്തിയുടെ പേഴ്സിലുണ്ടായിരുന്നു. അത് കിട്ടിയോ? സന്തോഷം എന്ന് പറഞ്ഞിട്ട് വലിയ മൈൻഡൊന്നും ചെയ്യാതെ അലീന തൻ്റെ ജോലികൾ ചെയ്യാനിട്ടത് കണ്ടിട്ട് ബാലേന്ദ്രൻ അതിശയാവും കേട്ടോ. ഒന്നും ഒരു പരാതിയില്ലാതെ ഓരോന്നും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറയണം, അലീന ഇന്നലെ നിന്നെ ഞങ്ങൾ ഒരുപാട് സംശയിച്ചു, സോറി എന്ന് പറയും. അയ്യോ, അതെന്തിനാ സോറി പറയുന്നത്? അതാരായാലും എന്നെ തന്നെയല്ലേ സംശയിക്കുള്ളൂ, ഞാൻ മാത്രമല്ലേ ഇവിടെ പുറത്തുനിന്ന് വന്ന ഒരാളായിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയായിരിക്കുന്നു, ആരായാലും സംശയിക്കും, അത് സാരമൊന്നുമില്ല, അതിനിങ്ങനെ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ബാലേന്ദ്രൻ ആകെ വിഷമാവാണ് കേട്ടോ. ബാലേന്ദ്രൻ വേഗം തന്നെ വൈജയന്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. കണ്ടില്ലേ അവൾ പറഞ്ഞത്? നീ എത്ര ഹരാസ് ചെയ്തു അവളെ, എന്നിട്ട് അവളെ റിയേഷൻ കണ്ടില്ലേ? അതവളുടെ അന്തസ്സാണ്. ഇത്രയ്ക്ക് നീ ഹരാസ് ചെയ്തിട്ടും ഒരക്ഷരം അവൾ പറഞ്ഞോ? അത് അവളുടെ അന്തസ് കൊണ്ടാണ് അവൾ അങ്ങനെ ഒരു മറുപടി അങ്ങനെ പറയാത്തതെന്ന് പറയും. എനിക്കതൊക്കെ അറിയോ എന്ന് ചോദിച്ചിട്ട് ബാലേന്ദ്രൻ ദേഷ്യത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മേരെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അമ്മ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു? അതേ കഴിച്ചിട്ട് ഇതേ പാത്രം ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ വൈജയന്തി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളെവിടെ? അവൾ അമ്മേരെ മുഖം കഴിക്കാനും പാത്രം എടുക്കാനൊന്നും വന്നില്ലേ? അവൾക്ക് അവിടെ 100 കൂട്ടം ജോലികളില്ലേ? അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്യണ്ടേ? അപ്പോഴേക്കും വൈജയന്തി അലീനെ എടി അലീനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ എത്ര ഇങ്ങനെ ഒച്ചെടുത്ത് പോകുന്നത്? അവൾ അമ്മേരെ കാര്യങ്ങൾ നോക്കണ്ടേ? ഈ പാത്രം എടുക്കാനും അമ്മേരെ വായ കഴിക്കാനൊക്കെ അവൾക്ക് എന്താ പറ്റാത്തത്? അപ്പോൾ വേഗം തന്നെ അലീന വരും കേട്ടോ. എന്നിട്ട് അലീന എന്നോട് വൈജയന്തി ചോദിക്കും, എന്തീ കാണുന്നത് എന്ന് ചോദിക്കും കേട്ടോ. കഴിച്ച പാത്രം എടുത്തിട്ട് കൊണ്ടുപോകണ്ടേ? അമ്മേരെ മുഖവും വായുവൊക്കെ കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. ശരി കഴിച്ചോളാം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ പണികളൊക്കെ തീർത്തിട്ട് വന്നാൽ മതി. അത് സാരില്ല മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആ പാത്രമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ടേ. അപ്പോഴേക്കും വീണ്ടും അത് ആ പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അലീന അങ്ങോട്ട് വരികയാണേ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ രാവിലെ തന്നെ ഒച്ചെടുക്കുന്നത്? നിനക്കെന്താ ഇത്ര ദേഷ്യം? നിൻ്റെ മോതിരം കിട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കിട്ടി. ഇതെന്താ നിൻ്റെ വർത്താനം കേട്ടാൽ ആ മോതിരം കിട്ടണ്ടായിരുന്നു എന്ന് തോന്നുമല്ലോ. എന്തൊക്കെയായിരുന്നു നീ ഇന്നലെ പറഞ്ഞത്? ഇവളെ ഈ സംശയിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ.
അതിപ്പോൾ എന്താ, അതിനിപ്പോൾ എന്താ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കിപ്പോഴും സംശയമൊന്നും മാറിയിട്ടില്ല എന്ന് പറയുകയാണേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറയാണ്. നീ എന്തിനാണ് ഇവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നീ എന്തിനാണ് അവളിങ്ങനെ മോശമായിട്ട് പെരുമാറുന്നതൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. അതെ, എനിക്കറിയാം ഇവളെങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു അർത്ഥം വെച്ചിങ്ങാട്ട് അലീനെ നോക്കുകയാണേ. അച്ഛൻ വയസ്സായ ആളല്ലേ, അച്ഛൻ്റെ ഇത് ചെന്ന് കരഞ്ഞ് കൈയും കാലും പിടിച്ചിട്ടുണ്ടാവും. ഉള്ളൊരു തള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു പറയുന്നത്. അമ്മച്ചി ചത്തും പോയി, നോക്കാൻ ആളില്ലാതായപ്പോൾ കൈയും കാലും പിടിച്ചിട്ടുണ്ടാവും. പിന്നെ മനു തൊലി വെളുപ്പ് മാത്രം നോക്കിയിട്ടുണ്ടാവുള്ളൂ, അതെനിക്ക് നന്നായിട്ടറിയാം. അന്നേരം മുത്തശ്ശി പറയാണ്, എടി നീ അങ്ങനെയൊന്നും പറയല്ലേ, ഏതോ നല്ല തറവാട്ടിൽ ജനിച്ച കുട്ടിയാ അവള് എന്ന് പറയും. പിന്നെ തറവാട് ഏതോ പിഴച്ചവള് പ്രസവിച്ച് കൊണ്ടുവന്ന് അനാഥാലയത്തിലാക്കിയിട്ട് പോയതല്ലേ എന്നൊക്കെ പറയട്ടോ. അവളല്ലേ ഇവള് എന്നൊക്കെ പറയുമ്പോൾ അലീനയ്ക്ക് ദേഷ്യം വന്നിട്ട്, നീ എന്താടി എന്നെ തുറച്ചു നോക്കുന്നത് എന്ന് വൈജയന് ചോദിക്കുകയാണേ. അപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് അലീന പറയാണ്, ഞാനല്ലല്ലോ പിഴച്ചത്, എൻ്റെ അമ്മയല്ലേ പിഴച്ചത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ വൈജയന്തി പറയും, അത് തന്നെ, അതും ഇതൊക്കെ കണക്ക് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മോശമായിട്ട് പെരുമാറാൻ കേട്ടോ. അലീനയ്ക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റാതെ അലീന വേഗം തന്നെ അവിടെ നിന്ന് പോകും. നേരെ മുത്തശ്ശി പറയും, നീ എന്തിനാണ് ആ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, അതെ ഇവളെ എൻ്റെ സമ്മതമില്ലാതെ കൂട്ടിക്കൊണ്ടുവന്നതല്ലേ, ബാലേന്ദ്രൻ്റെ കൂടിയിട്ടല്ലേ കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കൂട്ടോ. അതിനെന്താ പ്രശ്നം? ബാലേന്ദ്രന് ഒരു ബോധമില്ലേ? ഇതുപോലെയുള്ള പെണ്ണുങ്ങളെ കുടുംബത്തിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റില്ല എന്ന് അറിഞ്ഞൂടെ? നീ ബാങ്കിലേക്ക് പോയേ, നീ സമയമായി, വേഗം പോകാൻ നോക്കുമെന്ന് പറയും. അപ്പം വൈജയന്തി പോകൂട്ടോ. അപ്പം മുത്തശ്ശി പറഞ്ഞു, നിൻ്റെ ഈ ദേഷ്യവും കലിയൊക്കെ അടക്കേണ്ട സമയമായി, വയസ്സായി വരികയാണ്. അപ്പോൾ വീണ്ടും തിരിച്ചു വന്നിട്ട് അമ്മേൻ്റെ ദേഷ്യവും കലിയൊന്നും നടക്കാൻ നിൽക്കണ്ടേട്ടാ എന്ന് പറയും. നീ ബാങ്കിൽ പോയേ, ചെല്ല് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മുത്തശ്ശി വൈജയന്തിനോട് അവിടെ നിന്ന് ഓടിക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ചിന്നിമോളെയാണ് കേട്ടോ. ചിന്നിമോൾ ഇങ്ങനെ അല്ലറി വിളിച്ച് കരയാണ്. ഒരു പാതിരാ സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും അവിടെ കുട്ടികളൊക്കെ നോക്കണ ഒരു സ്ത്രീ വന്നിട്ട്, എന്താ ചിന്നുകുട്ടി, എന്താ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിന്നുകുട്ടി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീന ആൻറ്റി, ബ്രിജിത്ത മമ്മി എന്നൊക്കെ പറയാനിട്ട്, ആര് മമ്മിയോ, ബ്രിജിത്ത മമ്മിയോ അവിടെ ഉണ്ടായിരുന്നു? അവർ മോളെ സ്വപ്നത്തിൽ വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് ഒരു സിസ്റ്റർ വരികയാണ് കേട്ടോ. എന്താ ഷേർലി, എന്താ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. ആരാ കരഞ്ഞത്? ചിന്നുകുട്ടിയാണ് കരഞ്ഞത്. അപ്പോൾ ബ്രിജിത്ത മമ്മിനെയും രേവതി ആൻറ്റീനെയും അലീന ആൻറ്റീനെയൊക്കെ കണ്ടെന്നാണ് പറയണത് സ്വപ്നത്തിൽ. അപ്പോൾ ഇതിപ്പോൾ സ്ഥിരമാണ്, എല്ലാ ദിവസവും ഇത് തന്നെയാണ് എന്ന് പറയും. അപ്പോൾ അവരായിരുന്നല്ലോ ഈ കുട്ടിയുടെ ജീവൻ, അവരുടെ ലോകവും ഇവരുടെ ലോകമൊക്കെ ഒന്നായിരുന്നില്ലേ, അതാവും ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ മദർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടീനെ കെട്ടി ഉറക്കാണ് കേട്ടോ ആ ഒരു സ്ത്രീ. ആരെ ചിന്നുകുട്ടിനെ കെട്ടിപ്പിടിച്ച് ഉറക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അലീന തൻ്റെ ബാഗൊക്കെ പരിശോധിക്കുകയാണ്. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നോക്കുന്നത്, എന്താ കുറേ നേരമായി നോക്കുന്നത്? അത് എനിക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടായി. മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അത്. എനിക്കും ഉണ്ടായിരുന്നൊരു ഫോണ്, അതേ കമല വെള്ളത്തിലിട്ട് ഞാൻ എൻ്റെ മക്കളെ വിളിച്ച് അവളെ കുറ്റം പറയുന്നു പറഞ്ഞിട്ടേ കമല വെള്ളത്തിലിട്ടത് കേടാക്കി എന്ന് പറയും. മുത്തശ്ശി ഒരിക്കലും എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അലീനയ്ക്ക് ഫോൺ കിട്ടാണ് കേട്ടോ. കിട്ടി എന്ന് പറയും. അപ്പോൾ എവിടെ നോക്കട്ടെ എന്ന് പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇത് പഴയതല്ലേ, ഒരുപാട് പഴക്കമുള്ളതാണല്ലോ ഇതിപ്പോൾ ഇങ്ങനത്തെ ഫോണൊക്കെ ഇപ്പോൾ ഉണ്ടോ? ഇത് മമ്മിയുടെ ഫോണാണ്, ഇത് തന്നെ മമ്മിക്ക് ധാരാളമാണ്, മോൾക്ക് എന്തൊരു ഫോണില്ലാത്തതെന്ന് അലീനയോട് ചോദിക്കുകയാണേ. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊക്കെ ഒരു ഫോൺ ഉണ്ടാവുമല്ലോ, നല്ല ഫോൺ, മോൾക്ക് അതൊന്ന് വാങ്ങിച്ചുകൂടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്തിനാണ് മുത്തശ്ശി ഫോൺ, ബന്ധുക്കളും സ്വന്തക്കാരും അങ്ങനെയുള്ളവർക്കല്ലേ ഫോൺ ആവശ്യമുള്ളൂ, എനിക്കതിൻ്റെ ആവശ്യമില്ല, മമ്മിയുടെ ഫോണാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്, ഇത് മമ്മി ഉപയോഗിക്കുന്ന ഫോണാണ്. അപ്പോൾ ഇതെന്തായാലും ചാർജ് ഇല്ല തീരെ, ഇത് ചത്ത് കിടക്കുകയാണല്ലോ മുത്തശ്ശി പറയാം, അത് ചാർജ് ഇല്ലാണ്ടാണ് മുത്തശ്ശി, എന്തായാലും ചാർജ് കയറട്ടെ എന്നിട്ട് നോക്കാൻ. എന്നിട്ട് അലീന അത് കുത്തി വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാമച്ചനും ഗ്രേസമ്മ എവിടെ യാത്ര പോയിട്ട് വരികയാണ്. അപ്പോൾ നല്ല മഴയുണ്ട്. അപ്പോൾ കുട എടുത്തില്ലേ ജ്യൂസ് കുട്ടിയും ചോദിക്കുമ്പോൾ കുട ഡിക്കിയിലുണ്ട്. അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് മാമച്ചൻ പറയും. ഇനിയിപ്പോൾ ഡിക്കിന്ന് കുട എടുക്കാൻ പോകുമ്പോഴും മഴ നനയുമല്ലോ. അപ്പോഴേക്കും നമ്മുടെ രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ കുട നിർത്തിയിട്ട് ഓടി വരികയാണ് കേട്ടോ. അപ്പോൾ പറയും, ഇനിയിപ്പോൾ ഡിക്കിന്ന് എടുക്കേണ്ടതേ രേവതിക്കുട്ടി കുടയും കൊണ്ട് വരുന്നുണ്ടെന്ന് മാമച്ചൻ പറയും. അങ്ങനെ ഗ്രേസമ്മയും മാമച്ചനും കൂടിയിട്ട് ഇറങ്ങിയിട്ട് അലീനരെല്ലാം നമ്മുടെ രേവതി കുട്ടിയുടെ ആ കുടയിൽ കയറാണ് കേട്ടോ. ആ ഒരു 3 പേരും കൂടി ചേർന്ന് പിടിച്ചങ്ങനെ ആ ഒരു മഴയത്ത് ആ കുടയും കൊണ്ട് ഇങ്ങനെ പോകുകയാണ്. ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു നീ എന്ന് ചോദിക്കും. അതെ, കുറേ നേരമായി ഞാൻ നോക്കിയിരിക്കുകയെന്ന് പറയും. അങ്ങനെ 3 പേരും കൂടിയിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോകുകയാണ്. അതിന് ശേഷം പിന്നീട് ഒരു ടീ കൊണ്ടു കൊടുക്കാൻ കേട്ടോ, ജിഞ്ചർ ടീ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മാമച്ചൻ ആ ടീ ഒക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. ഇതൊന്നും നീ എടുത്തു വെച്ചില്ലേ? അപ്പോൾ അതെടുത്ത് വെക്കാം. ഏത് മുറിയിലേക്കാണ് വെക്കേണ്ടത് എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ നിൻ്റെ മുറിയിലേക്ക്. എൻ്റെ മുറിയിലേക്കോ ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതിക്കുട്ടി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ.
ഇതേ നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ കേട്ടോ ചുരിദാർ ഒരെണ്ണം എടുത്തിട്ട് രേവതിക്കുട്ടിക്ക് വെച്ച് കൊടുക്കുമ്പോൾ രേവതിക്കുട്ടിയുടെ കണ്ണൊക്കെ നിറയുന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.